കാറിൽ നിന്ന് പതിയെ പുറത്തേക്കിറങ്ങി ബാലൻസ് ചെയ്ത് നിന്നിട്ട് കാശി ആദ്യം നോക്കിയത് അപ്പുവിനെയായിരുന്നു. സ്തംഭിച്ച പോലെ നിൽക്കുന്നവളെ കാണെ അവന്റെ നെഞ്ചൊന്ന് കലങ്ങി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ അവളുടെ അവസ്ഥ ഓർക്കാൻ പോലും കാശിക്കായില്ല. ഞാനല്ലേ ഉള്ളൂ അവൾക്ക്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒന്ന് ഉമ്മ വെച്ചുകൊണ്ട് ഞാനുണ്ട് എന്ന് പറയാൻ അടങ്ങാത്ത മോഹം തോന്നി കാശിക്ക്. എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിന് കഴിയാതെ അവളുടെ ആ ദയനീയമായ നോട്ടം കാണെ അവൻ അവളെ ഒന്ന് നോക്കി കണ്ണൊന്ന് ചിമ്മി. അപ്പു ഒന്ന് ഏങ്ങിക്കൊണ്ട് മുഖം കുനിച്ചു കളഞ്ഞു. എവിടെയായിരുന്നു മോനെ നീ? ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. കാശിയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ജയൻ ചോദിച്ചു. പറയാൻ ചെറിയച്ച. അപ്പുവിൽ നിന്ന് നോട്ടം മാറ്റി കാശി അയാളെ നോക്കി മെല്ലെ പറഞ്ഞു. ഞങ്ങൾ ഇവനെ ഒന്ന് അങ്ങോട്ട് കൊണ്ട് ഇരുത്തട്ടെ അങ്കിൾ, വായോ. പറഞ്ഞുകൊണ്ട് അമലും ആകാശും കൂടെ കാശിയെ താങ്ങി പിടിച്ചു ഹാളിലേക്ക് കൊണ്ട് സെറ്റിയിലിരുത്തി. കാശി ഇരിക്കുന്നതിനടുത്തായി ചുവരിൽ ചാരി അപ്പു നിറമിഴികളോടെ അവനെ തന്നെ നോക്കി. നെറ്റിയിലോ തലയിലോ നല്ലോണം മുറിവുണ്ടെന്ന് തോന്നുന്നു. തലയിൽ അത്യാവശ്യം വലിയൊരു കെട്ടുണ്ട്. കവിളിലൊക്കെ ചെറുങ്ങനെ പോറിയിട്ടുണ്ട്. കൈയൊക്കെ തൊലി പോയിട്ട് മരുന്ന് പുരട്ടിയിട്ടുണ്ട്. ടീപ്പോയി ഉയർത്തി വച്ചിരിക്കുന്ന കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വച്ചിരിക്കുന്നതും കൂടെ കണ്ടതും അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പു, കരയല്ലേ മോളെ. കാശിച്ചേട്ടൻ ഒരു കുഴപ്പവുമില്ലാതെ ദേ നിന്റെ മുന്നിൽ വന്നിരിക്കുകയല്ലേ. നീ ഇനിയും ഇങ്ങനെ സങ്കടപ്പെട്ടാൽ അത് കാശിച്ചേട്ടൻ വിഷമമാവും. അവൾക്കരികിൽ ചേർന്ന് നിന്ന് ആ മുഖം തുടച്ചു കൊടുത്തിട്ട് പതിയെ അവളെ സമാധാനിപ്പിച്ചു ഉമ. അച്ചു ആണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ച് ആശ്വാസം പോലെ നിൽക്കുന്നുണ്ട്. ഉമ പറഞ്ഞത് കേട്ട് അപ്പു മൂക്ക് വലിച്ചുകൊണ്ട് മെല്ലെ ഒന്ന് മൂളി. എന്താ കാശി ഉണ്ടായത്? ശ്രദ്ധിക്കേണ്ടേ മോനെ? കാശിയുടെ കയ്യിലും കാലിലുമൊക്കെ തലോടിക്കൊണ്ട് ദേവകി ചോദിച്ചു. എൻ്റെ അച്ചമ്മേ, ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലെന്നേ. എൻ്റെ ബുള്ളറ്റിൻ്റെ പിന്നിൽ ഒരു കാർ നിയന്ത്രണം വിട്ട് വന്നിടിച്ചതാണ്. ആരുടെയോ ഭാഗ്യത്തിന് ഞാൻ തെറിച്ചു പോകാതെ മറിഞ്ഞ് മെറ്റിൽ കൂനയിലേക്കാണ് വീണത്. പക്ഷേ എൻ്റെ വണ്ടിയിൽ മുട്ടിയിട്ട് ആ കാർ എൻ്റെ മുന്നിൽ പോവുകയായിരുന്ന ഒരു സ്കൂട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചു കളഞ്ഞു. ആ വണ്ടിയിൽ ഒരമ്മയും കുഞ്ഞുമായിരുന്നു. പിന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഞാനും ഒക്കെ കൂടെ കൂടി. അവരുടെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ദേഹവും നെറ്റിയും ഒക്കെ വേദന തോന്നി തുടങ്ങിയത്. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായതും അപ്പോഴാണ്. എന്തായാലും ഡോക്ടറെ കണ്ടപ്പോൾ കാലിന് ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ ഇത്തിരി പെയിൻറ്റും പോയി. പിന്നെ ദാ ഇവിടെ ഒരു 4 സ്റ്റിച്ചുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പുവിനെ ഒളി കണ്ടിട്ട് നോക്കിയിട്ട് നെറ്റിയിലെ മുറിവിൽ ഒന്ന് തൊട്ടുകൊണ്ടാണ് കാശി പറഞ്ഞത്. അപ്പു കരച്ചിലടക്കി പിടിച്ച് അവൻ്റെ കയ്യിലും കാലിലുമൊക്കെ നോക്കി നിന്നതേയുള്ളൂ. ആ, ഇനിയിപ്പോൾ നമുക്ക് പോയാലോ ആനന്ദേട്ടാ? കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ മോനെ കണ്ടില്ലേ? കാശിയെ തന്നെ നോക്കി അല്പം മാറി നിൽക്കുന്നയാളോട് ഹേമ ചോദിച്ചു. അയാൾ അവനിൽ നിന്ന് ഒരു നോട്ടം പോലും കിട്ടാതെ വേദനയോടെ മൂളിയിട്ട് പുറത്തേക്കിറങ്ങി. പിന്നാലെ കാശിയെ ഒന്ന് നോക്കി പുച്ഛിച്ചിട്ട് ഹേമയും. എന്നാ പിന്നെ നമുക്ക് പിറങ്ങാൻ ചെയ്യേട്ടാ. നമ്മൾ പോയാലേ ശാന്തിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റൂ. ജോലിക്ക് വരുന്ന സ്ത്രീയെ മിച്ചുവിന് കൂട്ടാക്കിയിട്ടാണ് ജയൻ വിനീതയെ കൂട്ടി ഇങ്ങോട്ട് പോന്നത്. ആ, പോവാം. അച്ഛാ, വരുന്നില്ലേ? അയാൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ജഗന്നാഥൻ്റെ അടുത്തേക്ക് വന്നു. വരുന്നുണ്ട് ജയ. അച്ഛൻ രാത്രി കഴിക്കേണ്ട മരുന്ന് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ദേവകിയും ഒപ്പം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മക്കളെ, ഞങ്ങൾ പോയിട്ട് രാവിലെ എങ്ങ് വരാൻ നോക്കാം കേട്ടോ. അപ്പുവിനെയും കാശിയെയും നോക്കി പറഞ്ഞിട്ട് ജഗന്നാഥൻ്റെ അടുത്തേക്ക് വന്നു അവർ. അച്ഛമ്മ ധൃതിപ്പെട്ട് രാവിലെ ഇങ്ങോട്ട് ഓടാൻ നിൽക്കണ്ട, പതിയെ വന്നാൽ മതി കേട്ടോ. ജഗന്നാഥൻ്റെ അവശത കാണി വല്ലായ്മയോടെ കാശി പറഞ്ഞു. ഇതിപ്പോൾ അച്ചാച്ചൻ മരുന്ന് കഴിക്കാഞ്ഞിട്ടാണ്. ഇനിയും നിന്നാൽ പറ്റില്ല. ഞങ്ങൾ പോയിട്ട് നാളെ വരാം കേട്ടോ. അപ്പുവിൻ്റെ തലയിൽ ഒന്ന് തഴുകി അയാളെയും കൂട്ടി അവർ ഇറങ്ങി. ചെറിയച്ഛൻ നാളെ വരാം മോനെ. നീ മരുന്നും ആഹാരവുമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക്. അപ്പു, രാത്രി ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ പനിച്ചേക്കും. അപ്പുവിനോട് പറഞ്ഞിട്ട് ജയനും യാത്ര പറഞ്ഞ് അവർക്കൊപ്പം ഇറങ്ങി. അവർക്ക് പിന്നാലെ തന്നെ നാളെ വരാമെന്ന് പറഞ്ഞ് അച്ചുവും അമ്മയും ആകാശും കൂടെ പോയതോടെ വീടൊഴിഞ്ഞു. എടാ, നിനക്ക് ഫ്രഷ് ആവണ്ടേ? ഇച്ചിരി ചൂടുവെള്ളത്തിൽ ദേഹമൊക്കെ ഒന്ന് തുടച്ച് ആഹാരവും മരുന്നും കഴിച്ച് കിടക്കാൻ നോക്ക്. കാശിയുടെ ചോര പുരണ്ട ഡ്രസ്സിലേക്ക് നോക്കി അമൽ പറഞ്ഞു. ഫ്രഷ് ആവണം. കാശി മുഖമുയർത്തി അപ്പുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെണ്ണാവട്ടെ അവനെ ഒന്ന് നോക്കി മുഴിപ്പിച്ചിട്ട് വെട്ടിത്തിരിഞ്ഞ് ഒരു പോക്കായിരുന്നു അടുക്കളയിലേക്ക്. അപ്പുവിൻ്റെ പോക്ക് കണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിനക്കിന്ന് നല്ല കോളാവുമടാ കാശിദേവ. അപ്പുവിൻ്റെ മുഖവും വെട്ടിത്തിരിഞ്ഞുള്ള പോക്കും കണ്ട് അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ അമലേട്ടാ. അവളുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. പാവാണത്. കാശിയേട്ടൻ ആക്സിഡന്റ് എന്ന് കേട്ടപാതെ സ്വന്തം ജീവൻ പോലും കളയാൻ നോക്കിയവളാണ് അപ്പു. അവൾക്ക് കാശിച്ചേട്ടന് ജീവനായത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യാൻ നോക്കിയത്. ഇപ്പോൾ ഈ കാണിക്കുന്ന ദേഷ്യം പോലും ആ ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. ഉമ ആ നിമിഷം മുന്നിൽ കണ്ടതുപോലെ നിറമിഴിയോടെ വിറയലോടെ പറഞ്ഞു. എന്താ എന്താ പറഞ്ഞേ ഉമേ? എൻ്റെ അപ്പു അവള് ചോദിക്കുമ്പോൾ ശബ്ദം പോലെ തന്നെ കാശിക്ക് നെഞ്ചും വിറച്ചു.
ഉമ്മ പറഞ്ഞത് കേൾക്കെ കാശിക്ക് ദേഹമൊക്കെ കുഴഞ്ഞു പോകും പോലെ തോന്നി. അപ്പു, അവൾക്ക് എന്തേലും പറ്റിയിരുന്നുവെങ്കിൽ ഞാൻ പിന്നെ. കാശി നെഞ്ചിൽ കൈചേർത്ത് കണ്ണുകൾ അടച്ച് സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു. നീ വിഷമിക്കാൻ പറഞ്ഞതല്ല കാശി. ഉമ്മ പറഞ്ഞതുപോലെ നിന്നെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നിന്റെ ഇല്ലായ്മ അതിജീവിക്കാൻ അവൾക്ക് പറ്റില്ല. അതെപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടാവണം. അവന്റെ ആ ഇരിപ്പ് കാണെ അമൽ മൃദുവായ ശബ്ദത്തിൽ പറയുന്നു. എനിക്കറിയാം, എനിക്കറിയാം. ഹൃദയം പടയുന്ന നോവോടെ കാശി പറഞ്ഞു. അമലേട്ട, ചൂടുവെള്ളമായിട്ടുണ്ടേ. അപ്പു വാതുക്കൽ വന്നു നിന്ന് വിളിച്ചു പറഞ്ഞു. കാശി തല തിരിച്ച് അവളെ നോക്കി. എങ്കിലും അപ്പു അടുക്കളയിലേക്ക് തിരികെ പോയിരുന്നു. അവിടെ ഇരുന്ന് നോക്കിക്കോ, ഞാനെങ്ങും മിണ്ടൂല. കവിളും വീർപ്പിച്ച് ചുണ്ടും കൂർപ്പിച്ച് പിടിച്ചു നിന്ന് അപ്പു പെറുപെറുത്തു. ഇതെന്താ, ഇത് കുട്ടിക്കലമോ? അപ്പുവിന്റെ വീർത്ത കവിളിൽ കുത്തിക്കൊണ്ട് ഉമ്മ തിരക്കി. ചേച്ചിയും എന്നെ കളിയാക്കുവാണോ? കാശിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ചേച്ചി? ആ സ്കൂട്ടിൽ പോയവരുടെ ബന്ധുക്കൾ വരും വരെ എന്നെ മറന്നുപോയെന്ന്. പെണ്ണ് സങ്കടത്തിൽ പറയുമ്പോൾ അവളുടെ ആ ഭാവം കാണെ ഉമ്മയ്ക്ക് അവളോട് ഒരു പൊടി കുഞ്ഞിനോടെന്ന പോലെ വാത്സല്യം തോന്നി. നിന്നെ മാത്രം മറന്നുപോയെന്നല്ല പറഞ്ഞത്, എല്ലാം മറന്നുപോയെന്ന്. ഉമ്മ അവളുടെ വീർപ്പിച്ച കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പു വിട്ടുകൊടുക്കാതെ പറഞ്ഞു. അതെ, കാശിച്ചേട്ടൻ ആക്സിഡന്റ് ആയി എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി നീ ചെയ്തു കൂട്ടാൻ പോയ കാര്യം ആളെ അറിഞ്ഞിട്ടുണ്ട്. ഉമ്മ ചിരിയോടെയാണ് പറഞ്ഞത്. എന്നാൽ കാശി അത് അറിഞ്ഞു എന്ന് പറഞ്ഞതോടെ അപ്പുവിന്റെ മുഖം കാറ്റുപോയ ബലൂൺ പോലെയായി കഴിഞ്ഞിരുന്നു. എന്തു പറ്റി? അവളുടെ വാടിയ മുഖം കാണെ ഉമ്മ ചോദിച്ചു. ചോ, കാശിയേട്ടനോട് ആരാ പറഞ്ഞേ? പറയണ്ടായിരുന്നു. നഖവും കടിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ഞാനാ പറഞ്ഞേ. ആളും കാര്യം അറിയണ്ടേ? അപ്പുവിന് ഇനി ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. സ്വല്പം പേടിയോടെ നിൽക്കുന്നവളോട് ഉമ്മ പറഞ്ഞു. ഇതെന്താടാ കവറിൽ? കാശിയെ ഫ്രഷ് ആക്കാൻ ബാത്റൂമിൽ കൊണ്ടുപോകാൻ വന്ന അബി കൊണ്ടുവന്ന ടേബിളിൽ വെച്ച കവർ കണ്ടാണ് ഉമ്മ ചോദിച്ചത്. അത് രാത്രി കഴിക്കാൻ ഇവിടെ ഒന്നുമില്ലെന്ന് അച്ചു നേരത്തെ പറഞ്ഞിരുന്നു ഏട്ടത്തി. ഞാനിപ്പോൾ നമ്മുടെ ദേവസ്വച്ചേട്ടന്റെ കടയിൽ നിന്ന് ചൂട് ദോശ വാങ്ങിയതാണ്. പറഞ്ഞുകൊണ്ട് തന്നെ അബി കാശിയുടെ മേല് കഴുകാൻ സഹായിക്കാൻ അമലിനടുത്തേക്ക് പോയി. അവൻ ഇത് വാങ്ങി വന്നത് നന്നായി അല്ലേ അപ്പു? ഇനിയിപ്പോൾ കഞ്ഞി ഉണ്ടാക്കണ്ടല്ലോ. കഞ്ഞി ഉണ്ടാക്കാനായി അപ്പു എടുത്തു വെച്ച കുക്കർ മാറ്റി വെച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു. അപ്പു എന്തോ ആലോചനയോടെ നീട്ടി ഒന്ന് മൂളി. അപ്പു മോളെ, ഞങ്ങൾ ഇറങ്ങുവാണേ. നീ അവന് ആഹാരവും മരുന്നുമൊക്കെ കൊടുത്തേക്കുമല്ലോ. കാശിയെ ഫ്രഷ് ആക്കി ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തിയ ശേഷം വീട്ടിലേക്ക് പോകാൻ യാത്ര പറഞ്ഞുകൊണ്ട് അമൽ തിരക്കി. ഞാൻ ചെയ്തോളാം അമലേട്ടാ. അപ്പു പറഞ്ഞതോടെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞു കാശിയോടും പറഞ്ഞ് മൂവരും വീട്ടിലേക്ക് പോയി. കഴിക്കാൻ തരട്ടെ കാശിയേട്ടാ? നേരം ഒരുപാടായല്ലോ. ആഹാരം കഴിച്ചിട്ടല്ലേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. അപ്പു ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അവളെ ഒന്ന് മൂളിയതേയുള്ളൂ അവൻ. കാശിയേട്ടാ, വായ തുറന്നേ, ഞാൻ വായിലേക്ക് വെച്ചു തരാം. അവന്റെ കയ്യിലെ മുറിവൊക്കെ കണ്ടതുകൊണ്ട് കഴിക്കാൻ എടുത്തു വന്ന അപ്പു മെല്ലെ അവനരികിൽ ഇരുന്നിട്ട് പറഞ്ഞു. ഗൗരവത്തിൽ ഒന്ന് മൂളിക്കൊണ്ട് അവൻ വായ തുറന്നു. അവൾ പിച്ച് കറിയിൽ മുക്കി എടുത്തു നീട്ടിയ ദോശ വാങ്ങി കഴിക്കാൻ തുടങ്ങി. വേദനിക്കുന്നുണ്ടോ കാശിയേട്ടാ? ചവയ്ക്കുമ്പോൾ വേദന കൊണ്ട് ചുളിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞു പോയ കണ്ണുകളോടെ അപ്പു ചോദിച്ചു. കൈയും തലയും ഉൾപ്പെടെ ദേഹത്ത് എല്ലായിടവും വേദനിച്ചുകൊണ്ടേയിരുന്നു കാശിക്കു. ദേഹം വേദനിക്കുന്നുണ്ട് അപ്പു എനിക്ക്. പക്ഷേ അതിലും വേദന മനസ്സിനാണ്. അതെന്റെ അപ്പൂട്ടൻ തന്ന വേദനയാണ്. അവളുടെ കരഞ്ഞു വിങ്ങിയ കണ്ണും മുഖവും പാറിപ്പറന്ന തലമുടിയും ഒക്കെ നോക്കി പറഞ്ഞു കാശി. അവൻ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലായ അവളുടെ മുഖം കുനിഞ്ഞുപോയി. എനിക്ക് മതി അപ്പു, ചവയ്ക്കാൻ വയ്യ. നീ ആ മെഡിസിനൊക്കെ നോക്കി എടുത്തിങ്ങ് തന്നേ. കുറച്ച് കഴിച്ചു എന്ന് വരുത്തി പറയുമ്പോൾ ആ ശബ്ദത്തിന് പോലും വല്ലാത്ത ഗൗരവം. കാശിയേട്ടാ, എനിക്ക് മരുന്ന് കഴിച്ച് കിടക്കണം അപ്പു. ഗൗരവം ഒട്ടും കുറയാതെ കാശി പറയവേ പൊട്ടി വന്ന കരച്ചിൽ ചുണ്ടു കൂട്ടിപ്പിടിച്ച് അടക്കിക്കൊണ്ട് അവന് മരുന്നെടുത്ത് കൊടുത്ത് കഴിപ്പിച്ചു അപ്പു. നിനക്ക് കഴിക്കാനുള്ളത് എടുത്ത് ഇവിടെ വന്നിരുന്ന് കഴിക്കുക. അവനെ ബെഡിലേക്ക് ചായച്ചു കിടത്തി പുതപ്പിക്കുമ്പോൾ അവൾ കഴിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ കാശി പറഞ്ഞു. എനിക്ക് വിശപ്പില്ല കാശിയേട്ടാ. അവന്റെ ഗൗരവം കാണെ പണ്ടത്തെ അതേ പേടിയിലും വിക്കലും നിറഞ്ഞ ശബ്ദത്തിൽ അപ്പു പറഞ്ഞു. നിനക്ക് വിശപ്പുണ്ടോന്ന് ഞാൻ ചോദിച്ചു അപ്പു. പോയി മര്യാദയ്ക്ക് എടുത്തോണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കടി. അമർന്ന ശബ്ദത്തിൽ ദേഷ്യത്തോടെ അവൻ പറയവേ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അപ്പു മുറിക്ക് പുറത്തേക്ക് ഓടിപ്പോയി. അല്പം കഴിഞ്ഞ് കരഞ്ഞു വീർത്ത മുഖവുമായിട്ട് ഒരു പാത്രത്തിൽ കഴിക്കാൻ എടുത്തു വന്ന് ബെഡിനരികിൽ കിടന്ന കസേരയിൽ ഇരുന്നു അപ്പു. വേഗം കഴിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്കപ്പു. നേരം എത്രയായെന്ന് വല്ല ബോധവുമുണ്ടോ? നുള്ളിപ്പെറുക്കി താങ്ങി തൂങ്ങിയിരിക്കുന്നവളെ കാണെ അവൻ പറഞ്ഞു. എനിക്ക് മതി കാശിയേട്ടാ. ഒരൽപ്പം എന്തോ കഴിച്ചെന്ന് വരുത്തി പേടിയോടെ അവനോട് പറഞ്ഞു പെണ്ണു. മതിയെങ്കിൽ കൈയും കഴുകി വന്ന് കിടക്കാൻ നോക്ക്. അവൻ കണ്ണുകൾ അടച്ച് കിടന്നിട്ട് പറഞ്ഞു. അപ്പു ഫ്രഷായി കിടക്കാൻ വരുമ്പോൾ കണ്ണുകൾക്ക് മേലെ കൈവച്ച് മറച്ചു കിടക്കുകയായിരുന്നു കാശി. ആ കൈയിലെ മുറിവൊക്കെ കാണെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ തട്ടി ഉണർത്താതെ മുട്ടിലിഴഞ്ഞ് ചുവരിന് അറ്റത്തേക്ക് ചെന്ന് കിടന്നു അപ്പു.
എന്നാൽ കാശി ഉറങ്ങിയിരുന്നില്ല. ചുവരിനോട് ചേർന്ന് കിടക്കുന്നവൾ ഇപ്പോഴും കണ്ണുനീർ ഒഴുക്കുന്നുണ്ടാവും എന്ന് അവന് അറിയാമെങ്കിലും അവൾ എങ്ങനെ തോന്നി അപ്പു? നിനക്കെന്തേലും പറ്റിപ്പോയിരുന്നു എങ്കിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ലായിരുന്നു. ആലോചനയോടെ കാശി മെല്ലെ മുഖം തിരിച്ച് അപ്പുവിനെ നോക്കിയതും അവളും തിരിഞ്ഞു നോക്കിയതും ഒരേ സമയമായിരുന്നു. അവിടെ നിന്റെ ആരാടി ഉള്ളത്? അങ്ങോട്ട് ചേർന്നു പോയി കിടക്കാൻ. ഇങ്ങോട്ട് ഇവിടെ വന്ന് കിടക്കടി. ഗൗരവം ഒട്ടും ചേരാതെ നെഞ്ചിൽ തട്ടി അവൻ പറഞ്ഞതും വിങ്ങി പൊട്ടിക്കൊണ്ട് ഒരുത്തി അവന്റെ നെഞ്ചോട് ഒട്ടിയിരുന്നു. നിറഞ്ഞുപോയ കണ്ണുകളോടെ പിടയുന്ന ഹൃദയത്തോടെ ആ മുഖം ഇടനെഞ്ചിൽ ചേർത്ത് അമർത്തി കാശി. ശ്വാസം അടക്കി പിടിച്ചതുപോലെ നെഞ്ചിൽ മുഖമമർത്തി കിടന്ന് വിങ്ങുന്ന പെണ്ണിനെ കാണെ അവന്റെ നെഞ്ചും പിടഞ്ഞുപോയി. അപ്പൂ, അപ്പൂസേ, അപ്പൂട്ടാ. ഓരോ വിളിക്കും നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ച് തേങ്ങുന്നുണ്ടോ അവൾ. കരയല്ലേ അപ്പൂ. നീ അങ്ങ് പോയാൽ പിന്നെ കാശിയേട്ടന് ആരടി ഉള്ളത്? ഒരുപാട് സ്നേഹം കാണിച്ച് കൊതിപ്പിച്ച് ഒരു ജീവിതം വേണമെന്ന് തോന്നിപ്പിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ നോക്കി എന്ന് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് നീ അല്ലേ അപ്പൂ ഉള്ളൂ? നീ മാത്രമല്ലേ ഉള്ളൂ? ഇന്ന് തന്നെ കണ്ടില്ലേ ജന്മം തന്ന അച്ഛൻ ദൂരെ നിന്ന് നോക്കിയിട്ട് പോയത്. എങ്ങനെയുണ്ടടാ എന്ന് ചോദിക്കാൻ അച്ഛനോ എനിക്ക് നോവുന്നുണ്ടച്ഛാ എന്ന് പറയാനുള്ള അടുപ്പം എനിക്കോ ഇല്ല. പിന്നെ അമ്മ ജീവനോടെ ഉണ്ടോ മരിച്ചു പോയോ ഒന്നും എനിക്ക് അറിയില്ല അപ്പോ. ആ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ തോന്നിയിട്ടുമില്ല. ഇപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ ആകെ ആഗ്രഹിക്കുന്നത് നീ കൂടെയുള്ളൊരു ജീവിതം മാത്രമാണ്. പറഞ്ഞിട്ട് കാശി ഒന്ന് നിർത്തി. അപ്പു മെല്ലെ അവനിൽ നിന്ന് അടർന്നു മാറി എഴുന്നേറ്റ് അവന്റെ അരികിലിരുന്നു. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യില്ല കാശിയേട്ടാ. എനിക്ക് എൻ്റെ കാശിയേട്ടൻ്റെ കൂടെ ഉണ്ടായാൽ മതി, അത് മാത്രം മതി. പെട്ടെന്ന് കാശിയേട്ടൻ ആക്സിഡന്റ് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ജീവൻ പോയതുപോലെ തോന്നി. ഏട്ടനില്ലാത്ത ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ഓർത്തപ്പോൾ പേടിയായി എനിക്ക്. അതുകൊണ്ടാ അപ്പു അങ്ങനെ ചിന്തിച്ച്. ഇനി ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുക പോലുമില്ല. കാശിയേട്ടൻ വിഷമിക്കല്ലേ. ഏട്ടൻ വിഷമിച്ചാൽ എനിക്കും സഹിക്കാൻ പറ്റില്ല. അവന്റെ തല മെല്ലെ ഉയർത്തി മടിയിൽ വെച്ച് മൃദുവായി ആ തലമുടിയിൽ തഴുകി മുഖം കുനിച്ചു അവന്റെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. അത്രയ്ക്കിഷ്ടമാണോ നിനക്കെന്നെ? ഡ്രസ്സിൽ ചാരിയിരുന്ന് തന്റെ തലമുടിയിൽ തലോടുന്ന അപ്പുവിന്റെ കയ്യിൽ പിടിച്ചെടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് കാശി തിരക്കി. എന്തോരം ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല. ഒരുപാട് ഇഷ്ടം, അളവില്ലാത്തത്ര ഇഷ്ടം. പറഞ്ഞുകൊണ്ട് വീണ്ടും മുഖം കുനിച്ച് അവന്റെ കവിളിൽ ചുണ്ടമർത്തി അപ്പു. ഇനി കാശിയേട്ടൻ ഉറങ്ങിക്കോ. അവനെ വീണ്ടും തഴുകിക്കൊണ്ട് അവൾ പറയെ ആ കരഞ്ഞു ചുവന്ന മുഖത്ത് തന്നെ നോക്കിക്കിടന്ന് കാശി എപ്പോഴോ മയങ്ങിപ്പോയി. സങ്കടപ്പെടല്ലേ അമ്മു, നമുക്ക് കാശിയെ കാണാൻ പോകാം. ഇന്നിപ്പോൾ നമ്മൾ വന്നത് അപ്പുവിനെക്കുറിച്ച് എല്ലാവരോടും പറയാനല്ലേ. ആദ്യം അത് കഴിയട്ടെ, എന്നിട്ട് വരാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടി നമുക്ക് അവരെ കാണാൻ പോകാം. കാശിയുടെ ആക്സിഡന്റും അപ്പു സൂയിസൈഡ് ചെയ്യാൻ ശ്രമം നടത്തിയതും ഉൾപ്പെടെ എല്ലാം അച്ചു പറഞ്ഞറിഞ്ഞതിൻ്റെ സങ്കടത്തിലിരിക്കുന്ന അഗ്നയോട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫായിസ് പറഞ്ഞു. നിന്നോട് അച്ചു ആണോ അമ്മു കാര്യങ്ങൾ പറഞ്ഞത്? താൻ പറയുന്നത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ വിഷമിച്ചിരിക്കുന്നവളോട് അവൻ ചോദിച്ചു. നമ്മൾ ഇതുവരെ അവരെ വിളിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അച്ചുവിനെ വിളിച്ചത്. വൈകിട്ട് വിളിച്ചപ്പോൾ എടുത്തില്ല. ഇന്നിപ്പോൾ അവൾ ഇങ്ങോട്ട് വിളിച്ചതാണ്. കണ്ണും മുഖവുമൊക്കെ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ പറഞ്ഞില്ലേ നമ്മൾ മലപ്പുറത്താണെന്ന്? ചോദിച്ചുകൊണ്ട് ഫായിസ് അവളുടെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞു. പക്ഷേ അവളെവിടെയുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൾ ഈ കുടുംബത്തിലെ ആണോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അപ്പുവിന് മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കരുത് എന്ന് കാശിയേട്ടൻ പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ അവളെ വിട്ടുകളയാൻ നമുക്കാവോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചോര തന്നെയല്ലേ അവളും. അമ്ന വേദന നിറഞ്ഞ ശബ്ദത്തെ തിരക്കി. അയാളെയും കുറ്റം പറയാനാവില്ല അമ്മു. ഇപ്പോൾ തനിക്ക് അച്ഛൻ വീട്ടുകാർ ആരുമില്ല എന്നത് അംഗീകരിച്ചാണ് അപ്പു ജീവിക്കുന്നത്. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും ഇവിടെയുള്ളവർ അവളെ തള്ളിക്കളഞ്ഞാൽ ചിലപ്പോൾ അവൾക്കത് താങ്ങാനാവില്ല. അതുകൊണ്ടാവും അങ്ങനെ പറഞ്ഞത്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്തായാലും വൈകിട്ട് എല്ലാവരും എത്തുമല്ലോ, നമുക്ക് സംസാരിക്കാം. അവളെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് ഫായിസ് പറഞ്ഞു. വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന പോലെ അവൾ അലസമായി ഒന്ന് മൂളി. കാശി ഉണർന്നു അപ്പു. രാവിലെ തന്നെ ഉമയും കൂട്ടി രാഗത്തിലേക്ക് വന്ന അമൽ വാതിൽ തുറന്നു കൊടുത്ത അപ്പുവിനോട് തിരക്കി. ഇല്ല അമലേട്ടാ, ഉറക്കമാണ്. ഇന്നലെ രാത്രി നല്ല പനിയും ഉണ്ടായിരുന്നു, ഒപ്പം വേദനയും ഉണ്ടായിരുന്നു. മൂളി മൂളിയാണ് കിടന്നത്. നല്ലോണം ഉറങ്ങിയതേ നേരം പുലർന്ന ശേഷമാണ്. പറയുമ്പോൾ പെണ്ണിന്റെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞു. അയ്യേ, അത് ചേട്ടന് ദേഹം വേദന കൊണ്ടാവും അപ്പു. വണ്ടിയിൽ നിന്ന് നിലത്തേക്ക് വീണതല്ലേ. നീ വിഷമിക്കാതെ, ഇതൊക്കെ 2 ദിവസം കൊണ്ട് മാറില്ലേ. ഉമ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. ഇരുവരോടുമായി പറഞ്ഞിട്ട് അമൽ കാശിയുടെ അടുത്തേക്ക് പോയി. ഇത് നിങ്ങൾ രണ്ടാൾക്കും രാവിലെ കഴിക്കാനുള്ളതാണ്. കയ്യിലിരുന്ന ഹോട്ട് ബോക്സുകൾ ടേബിളിൽ വെച്ചിട്ട് ഉമ പറഞ്ഞു. ഞാനിവിടെ ഉണ്ടാക്കുമായിരുന്നല്ലോ ചേച്ചി, അപ്പു വല്ലായ്മയോടെ പറഞ്ഞു. ഇന്ന് കാശിച്ചേട്ടൻ്റെ ഒപ്പം തന്നെ എൻ്റെ അപ്പുകുട്ടനും റെസ്റ്റാണ്. ഉഷമ്മ ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ കൊണ്ടുവരും. അവിടെ എല്ലാം തയ്യാറാക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് വരാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ സങ്കടമുണ്ട് പുള്ളിക്കാരിക്ക്.
അപ്പുവിൻ്റെ തലയിലൊക്കെ തലോടി ഉമ പറഞ്ഞു. എനിക്കും എൻ്റെ കാശിയേട്ടനും സ്വന്തം ഒന്ന് പറയാൻ അച്ചുവും വീട്ടുകാരും നിങ്ങളുമൊക്കെ ഉള്ളൂ. ഉമയുടെ തോളിൽ ചാഞ്ഞിരുന്നു കൊണ്ട് കലുഷിതമായ മനസ്സോടെ അപ്പു പറഞ്ഞു. എന്താവശ്യത്തിനായാലും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ വിഷമിക്കണ്ട കേട്ടോ, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ പറഞ്ഞു. അപ്പു സങ്കടത്തിൽ ഒന്നും മൂളിയതേയുള്ളൂ. ചേച്ചി വാ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. കാശിയേട്ടൻ ഉണർന്നാൽ കഴിക്കാൻ കൊടുക്കണ്ടേ? ഉമയെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി അപ്പു. ഫ്രഷ് ആവണ്ടേടാ, കാശിയെ വിളിച്ചുണർത്തിയിട്ട് അമൽ ചോദിച്ചു. വേണം. അപ്പു എവിടെ? അമലിനോട് പറഞ്ഞുകൊണ്ട് തന്നെ ചുറ്റിനും നോക്കി. അവൾ ഉമയ്ക്കൊപ്പമുണ്ട്. കാശി വാ, ബാത്റൂമിൽ പോകണ്ടേ? കാശിയെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. ദേഹമാകെ ഭയങ്കര വേദന തോന്നുന്നുടാ. ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് പല്ലൊക്കെ തേച്ച് ഫ്രഷായി തിരികെ വരുമ്പോൾ കാശി പറഞ്ഞു. താഴെ വീണു ദേഹമാകെ ഉലഞ്ഞതല്ലേടാ, അതാണ് ഈ വേദന. ടവൽ കൊണ്ട് കാശിയുടെ മുഖം തുടച്ചു കൊടുത്തിട്ട് അമൽ പറഞ്ഞു. എന്നാലും ഇന്നലെ രാത്രി ഒട്ടും സഹിക്കാൻ വയ്യായിരുന്നു. പാവം എൻ്റെ അപ്പു ഒന്ന് കണ്ണടച്ചു പോലുമില്ല. അവളുടെ സങ്കടം മനസ്സിലോർത്തുകൊണ്ട് കാശി പറഞ്ഞു.